വെറും 2 വയസ്സുള്ള ഷീർ ബിബാസ് ഉൾപ്പെടെ 4 ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രായേലിന് കൈമാറുന്ന ഹൃദയഭേദക ദൃശ്യങ്ങൾ പുറത്ത്. ജീവനോടെ തിരികെയെത്തി വാരിപ്പുണരാൻ കൊതിച്ച പ്രിയപ്പെട്ടവരുടെ ചേതനയറ്റ ശരീരങ്ങൾ ശവപ്പെട്ടികളിൽ കൈമാറുന്ന അതീവ വേദനാജനകമായ ദൃശ്യങ്ങൾക്കാണ് ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചത്. 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും ദുഃഖമുളവാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ആയിരിക്കുന്നത്. ലോകമനസാക്ഷി തീവ്ര വേദനയിലാഴ്ത്തിയ ദൃശ്യങ്ങളായിരുന്നു ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞു ഫീറിനെയും സഹോദരൻ ഏരിയലിനെയും അമ്മ ഷിരിയെയും ഹമാസ് തട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങൾ. ബിബാസ് കുടുംബത്തിലെ ഈ 3 പേരുടെ മടങ്ങിവരവ് എന്ന സന്തോഷവാർത്തയ്ക്കായി കാതോർത്തിരുന്നവർ ഇന്ന് നേരിടേണ്ടി വന്നിരിക്കുന്ന യാഥാർത്ഥ്യം അവരുടെ മൃതശരീരങ്ങൾ പെട്ടികളിൽ ഏറ്റുവാങ്ങുക എന്നതാണ്. വെറും 9 മാസം മാത്രം പ്രായമുള്ളപ്പോൾ തന്നിൽ നിന്നും ഹമാസ് വേർപെടുത്തിയ പൊന്നോമന മകൻ ഫീർ ബിബാസിന്റെയും 5 വയസ്സുള്ള മകൻ ഏരിയലിന്റെയും 32-കാരിയായ പ്രിയതമ ഷിരിയയുടെയും മൃതദേഹങ്ങൾ റെഡ് ക്രോസിന് ഹമാസ് കൈമാറിയ അത്യന്തം വേദനയുളവാക്കുന്ന ദൃശ്യങ്ങൾക്കാണ് ഹമാസ് അടുത്തിടെ മോചിപ്പിച്ച ബിബാസ് കുടുംബനാഥൻ യാഡിൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുന്നത്. 500-ലേറെ ദിവസങ്ങൾക്ക് ശേഷം ഒദേദ് ലിഫ്ഷിറ്റ്സിന്റെയും 3 ബിബാസ് കുടുംബാംഗങ്ങളുടെയും മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള തേങ്ങലുകൾക്കൊപ്പം ഇനിയൊരു ഒക്ടോബർ 7 ഇസ്രായേലിൽ ഇതുപോലെ സമാനതകളില്ലാത്ത വേദനയുടെ മറ്റൊരു ദുരനുഭവം ആവർത്തിക്കാൻ ഹമാസ് പോലുള്ള രാക്ഷസ മനസ്കരെ അനുവദിക്കില്ലെന്ന് ഹൃദയം തകരുന്ന വേദനയോടെ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിനൊപ്പം ഇസ്രായേൽ മുഴുവനും.